ഹലോ എവരി വൺ, വെൽക്കം ടു കൊമേഴ്സ് ക്ലാസ് റൂം. മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ. മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കണ്ടെത്തുന്നത്. ഇനി വേറൊരു മെത്തേഡിലൂടെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. മെട്രിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ 3-4 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ലാസ്റ്റ് വരുന്നത്. എസ് എ ക്വസ്റ്റ്യനായിട്ടൊക്കെ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പല തവണകളിലായിട്ട് ഷോർട്ട് എസ് എ ആയിട്ടും എസ് എ ആയിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അത് പഠിക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ പ്രകാരം എങ്ങനെയാണ് ഒരു സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടും നോക്കേണ്ട ഒരു ഭാഗം കൂടെയാണ് കേട്ടോ ഇത്. ഓക്കെ, നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും വരിക. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ബൈ ക്രാമേഴ്സ് റൂൾ എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് രൂപത്തിൽ തന്നെ ചെയ്യണം. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂസിങ് മെട്രിസസ് മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് രൂപത്തിലും ചെയ്യാം. ഈ രൂപത്തിലും ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള രൂപത്തിലും ചെയ്യാം കേട്ടോ. ക്രാമേഴ്സ് റൂൾ എന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുക? ആദ്യം റൈറ്റ് ദ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഇൻ ദി ഫോം എ എക്സ് ഇസ് ഈക്വൽ ടു ബി. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന രൂപത്തിൽ എഴുതാം. എ എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് കോഎഫിഷ്യൻറ്റ്, എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോഎഫിഷ്യൻറ്റ് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെട്രിക്സ് ഉണ്ടാക്കും അല്ലേ. നമ്മൾ പഠിച്ചതാണ്. എക്സ് എന്ന് പറയുന്നത് വാരിയബിൾസ് ലൈക്ക് എക്സ് വൈ സെഡ്. 2 ഇക്വേഷൻ ആണെങ്കിൽ എക്സ് വൈ ഉണ്ടാവും, 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ എക്സ് വൈ സെഡ് ഉണ്ടാവും. എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്നൊരു കോളം മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ് ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഈക്വലിൻ്റെ തൊട്ടപ്പുറത്തുള്ള കോൺസ്റ്റൻറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ ബി എന്ന മെട്രിക്സ് എന്ന് പറയുക, കോളം മെട്രിക്സ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അവിടെ ചെയ്തിരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നൊരു പ്രോബ്ലം ആയിരുന്നു. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ ടു ദ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ഇനി ഇവിടെ വളരെ ഈസി ആയിട്ടാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂ കണ്ടെത്താൻ ഇക്വേഷൻസ് ഉണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A1 divided by determinant A, then y is equal to determinant A2 divided by determinant A, then z is equal to determinant A3 divided by determinant A. ഇതാണ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഡിറ്റർമിനൻറ്റ് എ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ എ എന്നൊരു മെട്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇനി എന്താണ് ഡിറ്റർമിനൻറ്റ് A1 എന്താണ്, ഡിറ്റർമിനൻറ്റ് A2 എന്താണ്, ഡിറ്റർമിനൻറ്റ് A3 എന്താണ്, എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിലൂടെ പറയാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഡിറ്റർമിനൻറ്റ് എ എല്ലാവർക്കും അറിയാം. ഇനി ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ചുരുങ്ങിയ മെത്തേഡ് കേട്ടോ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ ആണല്ലോ. നമുക്ക് ക്വസ്റ്റ്യനിലൂടെ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ ബൈ ക്രാമേഴ്സ് റൂൾ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഇവിടെ 3 ഇക്വേഷൻ ഉണ്ട്. ഇവിടെ 3x + 2y + z = 6, then 2x - 3y + 3z = 2, x + y + z = 3. ഈ 3 ഇക്വേഷൻ ഉണ്ട്. ക്രാമേഴ്സ് റൂൾ പ്രകാരം എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം നമുക്ക്. ആദ്യം ചെയ്യേണ്ടത് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന രൂപത്തിലേക്ക് മാറ്റുക. എന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സ് ഉണ്ടാക്കുക, എക്സ് എന്ന മെട്രിക്സ്, ബി എന്ന മെട്രിക്സ്. ഓക്കെ, എങ്ങനെയാണ് എ എന്ന മെട്രിക്സ് ഉണ്ടാക്കുക? എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോഎഫിഷ്യൻറ്റുകൾ എടുക്കുക അല്ലേ. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 2, സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ് 1. നമ്മൾ 3, 2, 1 ഇവിടെ എഴുതി. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -3, സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ് 3. ദെൻ മൂന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോഎഫിഷ്യൻറ്റ് 1 ആണ്. നമ്മൾ 1 ഇവിടെ എഴുതി.
ഇനി അടുത്തത് എന്താണ്, എക്സ് വൈ സെഡിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അത് കോളം മെട്രിക്സ് ആയിട്ട് നമ്മളിവിടെ എഴുതി. ദാറ്റ് ഈസ് ഈക്വളിൻ്റെ അഥവാ ഈക്വളിൻ്റെ അപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പേഴ്സ് 6, 2, 3 ആണ്. അത് നമ്മളൊരു മെട്രിക്സ് ആയിട്ട് ഇവിടെ എഴുതി. സോ ദാറ്റ് ഈസ് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന രൂപത്തിലായിട്ട് മാറിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ് എന്നുള്ളത് എഴുതി വെക്കുക. ഈ രൂപത്തിലായിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് A. Then y is equal to determinant A2 divided by determinant A. Then z is equal to determinant A3 divided by determinant A3 divided by determinant A. ഇതാണല്ലോ z. ഇതാണ് 3 ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ഇനി ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ ഇവിടെ എന്തൊക്കെ വേണം, ഡിറ്റർമിനൻറ്റ് എ വേണം. എല്ലായിടത്തും ഡിറ്റർമിനൻറ്റ് എ വേണം. പിന്നെന്ത് വേണം, ഡിറ്റർമിനൻറ്റ് A1 വേണം, ഡിറ്റർമിനൻറ്റ് A2, ഡിറ്റർമിനൻറ്റ് A3. ഇനി ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് ഇതാണ്, ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി A1 എന്ന് പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. A1 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് A1-ൽ ഫസ്റ്റത്തെ കോളം ഉണ്ടല്ലോ, എ എന്ന മെട്രിക്സിലെ ഫസ്റ്റ് കോളം 3, 2, 1, ഇത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ബി എന്ന മെട്രിക്സിലെ കോളം മെട്രിക്സ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് മാറ്റും. 6, 2, 3 എന്നാൽ ആദ്യത്തെ 3, 2, 1 റീപ്ലേസ് ചെയ്തിട്ട് ഇത് മാറ്റും. ഫസ്റ്റത്തെ കോളാണ് റിമൂവ് ചെയ്യുക കേട്ടോ. A1 ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിങ് ഫസ്റ്റ് കോളം ഓഫ് എ ബൈ ബി. എയുടെ ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബി അവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, 6, 2, 3. അപ്പോൾ A1 എന്ന മെട്രിക്സ് കിട്ടും. ക്ലിയർ ആണല്ലോ A1. അപ്പോൾ ആദ്യം ഇതാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. A1 എന്ന മെട്രിക്സ് കിട്ടും. ഇനി A2 എന്താ ചെയ്യേണ്ടത്, എ എന്ന മെട്രിക്സ് ഇതാണല്ലോ, അതിൽ രണ്ടാമത്തെ കോളം റീപ്ലേസ് ചെയ്യുക. ആദ്യത്തെ A1-ൽ ഒന്നാമത്തെ കോളം റീപ്ലേസ് ചെയ്തു. ഇവിടെ രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് 2, -3, 1 ഇതാണ് റീപ്ലേസ് ചെയ്തിട്ട് ബി എന്ന മെട്രിക്സിൻ്റെ എലമെൻറ്റ് എന്ത് ചെയ്യും, ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, 3, 2, 1, 6, 2, 3, 1, 3, 1 ഇവിടുത്തെ കോളാണ് മാറ്റിയത് കേട്ടോ. രണ്ടാമത്തെ കോളം മാറ്റി. ഇനി A3 എന്ന് പറയുന്നത്, അപ്പോൾ A2 ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിങ് സെക്കൻഡ് കോളം ഓഫ് എ ബൈ ബി. ആൻഡ് A3 എങ്ങനെയാണ്, മൂന്നാമത്തെ കോളം എയിലെ മൂന്നാമത്തെ കോളമായ 1, 3, 1 ഇത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്തായിട്ട് മാറ്റും, ബി എന്ന മെട്രിക്സിലെ എലമെൻറ്റുകൾ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, 3, 2, 1, 2, -3, 1. ദെൻ ഈ മൂന്നാമത്തെ കോളം ഏതാണ്, ഇതായിരിക്കും വരിക കേട്ടോ, 6, 2, 3. ക്ലിയർ ആയല്ലോ. A1 ആകുമ്പോൾ ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്യുക, A2 ആകുമ്പോൾ സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്യുക, A3 ആകുമ്പോൾ തേർഡ് കോളം റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്തിട്ട് ഏതാണ് മെട്രിക്സ്, ഈ ബി എന്ന മെട്രിക്സ്, ഈ കാണുന്ന എലമെൻ്റ് ആണ് നമ്മളവിടെ പേസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ A3 ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിങ് ദ തേർഡ് കോളം ബൈ ബി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കാണാം. എക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A1 divided by determinant A, y is equal to determinant A2 divided by determinant A, z is equal to determinant A3 divided by determinant A. അപ്പോൾ നിങ്ങൾ ആദ്യം ഇക്വേഷനൊക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇതിന്ന് കാണേണ്ട നമുക്ക് A1ഉം A2ഉം A3ഉം Aയും ഒക്കെ എഴുതി വെക്കുക. എന്നിട്ട് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി എന്താ വേണ്ടത്, ഇതിൽ ഡിറ്റർമിനൻറ്റ് എല്ലാത്തിലും ഡിറ്റർമിനൻറ്റ് ചെയ്യേണ്ടല്ലോ, ആദ്യം കണ്ടെത്താം. ഡിറ്റർമിനൻറ്റ് A ഈസ് ഈക്വൽ ടു എന്താണ്, എങ്ങനെ കാണാം നമുക്കറിയാലോ. റോ എടുക്കുക, 3 × 3 വരുന്ന റോയും കോളം ഒഴിവാക്കിയ ബാക്കി -3, 3, 1, 1. ദെൻ രണ്ടാമത്തെ 2, -2 ആണ് വരിക, പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെയാണ് വരിക. -2 ഈ 2 വരുന്ന കോളവും റോയും ഒഴിവാക്കി ബാക്കി 2, 3, 1, 1 എന്ന് വരും. പ്ലസ് 1 × 1 വരുന്ന കോളവും റോയും ഒഴിവാക്കിയാൽ 2, -3, 1, 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് -11. നമുക്കറിയാം ഡിറ്റർമിനൻറ്റ് A നമ്മളെല്ലാ സ്ഥലത്തും നമ്മൾ പഠിച്ചതാണ്. ഇനി ഇത് സോൾവ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. ഇത് 3 × 1 × -3, -3 -1 × 3, 3 അതാണ് മൈനസും വരുമ്പോൾ എന്താവും, -6 ആവും. 6 × 3 -18 കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും സോൾവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് രണ്ടാമത്തെ എന്താ കാണേണ്ടത്, ഡിറ്റർമിനൻറ്റ് A1 എന്ന് കാണണം അല്ലേ. ഡിറ്റർമിനൻറ്റ് A1 എന്ന് പറഞ്ഞാൽ A1 എന്നൊരു മെട്രിക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കുക. ഡിറ്റർമിനൻറ്റ് A1 ഈസ് ഈക്വൽ ടു
അത് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തുക. ഫസ്റ്റ് റോയിലെ എലമെൻ്റ് എടുക്കുക, 6 × 6 വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ -3 3 1 1 എന്ന് കിട്ടും. ദെൻ -2 × ഈ 2 വരുന്ന കോളം റോയും ഒഴിവാക്കിയാൽ 2 3 3 1. ദെൻ 1ൻ്റെത് 1 വരുന്ന കോളം റോയും ഒഴിവാക്കിയാൽ 2 -3 3 1 എന്ന് വരും. ഓക്കെ, അത് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് -11. ഓക്കെ, അത് നമുക്കത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് -11 കിട്ടും കേട്ടോ. ഇനി ഡിറ്റർമിനൻറ്റ് A2, അപ്പോൾ നമ്മളവിടെ മെട്രിക്സ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി. ഡിറ്റർമിനൻറ്റ് A2ൻ്റെ വാല്യൂം എന്താണ്? -11 കിട്ടുന്നത്. ഇത് ചെയ്യുന്ന രൂപം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, -11 കിട്ടും. ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. പ്രോബ്ലം ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻറ്റ് A2 ആയി. ദെൻ ഡിറ്റർമിനൻറ്റ് A3 നമ്മളവിടെ കണ്ടുവച്ചിട്ടില്ലേ? മെട്രിക്സ് A3 കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ കണ്ടെത്തണം. ഇവിടെ അതേപോലെ തന്നെ 3 × 3 വരുന്ന റോയും കോളം ഒഴിവാക്കി, ബാക്കി ദെൻ 2 വരുന്ന റോയും കോളം ഒഴിവാക്കുക, ദെൻ 6 വരുന്ന റോയും കോളം ഒഴിവാക്കുക. എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യാം. 3 × 3 × 3 -9 -1 × 2 2. രണ്ടാമത്തത് -2 × 2 × 3 6 -1 × 2 2 പ്ലസ് 6 × 2 × 1 2 -1 × -3 -3. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -11 കിട്ടും. ഓക്കെ, ഇനി എല്ലാം ആയല്ലോ. ഡിറ്റർമിനൻറ്റ് A ആയി, A1 ആയി, A2 ആയി, A3 ആയി. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടെത്താം. x ഡിറ്റർമിനൻറ്റ് A1 / ഡിറ്റർമിനൻറ്റ് A, ദാറ്റ് ഈസ് ഈക്വൽ ടു A1 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, എത്രയാണ്? -11 ആണ്. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് Aയും എന്താണ്? -11 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദെൻ വൈൻ്റെ വാല്യൂ ഡിറ്റർമിനൻറ്റ് A2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് A, ദാറ്റ് ഈസ് ഈക്വൽ ടു -11 ഡിവൈഡഡ് ബൈ -11, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A3യുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, -11 ആണ്. -11 ഡിവൈഡഡ് ബൈ -11, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ ബൈ ക്രാമേഴ്സ് റൂൾ. 2 ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് മാറ്റുക, അഥവാ AX = B എന്ന രൂപത്തിലോട്ട് മാറ്റുക. A എന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻറ്റുകൾ എടുത്തിട്ടാണ് നമ്മൾ മെട്രിക്സ് ഉണ്ടാക്കുക. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -3. ദെൻ സെക്കൻഡ് വൺ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് -1. ഇതൊരു മെട്രിക്സ് ആയി കിട്ടി. ദെൻ എക്സ് വൈ ആണ് നമ്മൾ കാണേണ്ടത്, അതൊരു മെട്രിക്സ് ആയിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്തുള്ള 2 കോൺസ്റ്റൻറ്റുകൾ ഒരു മെട്രിക്സ് ആക്കി എഴുതാം, 3 11. ഓക്കെ, എന്ന് പറഞ്ഞാൽ AX = B എന്ന രൂപത്തിലാണ് ഇത്. ഇനി നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കണ്ടെത്താൻ ക്രാമേഴ്സ് റൂൾ പ്രകാരം ഇക്വേഷൻ ഉണ്ട്. X = എന്താണ്? ഡിറ്റർമിനൻറ്റ് A1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് A, y = ഡിറ്റർമിനൻറ്റ് A2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് A. അതാണ് അത് കാണാനുള്ള, സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണണം? ഡിറ്റർമിനൻറ്റ് A കാണാം. ഡിറ്റർമിനൻറ്റ് A കാണാം, നമുക്കറിയാം. ഈ മെട്രിക്സിനെ ഡിറ്റർമിനൻ്റ് ആക്കി മാറ്റാം. ദെൻ ഇവിടെ 2 × -1, ദെൻ -4 × -3 അല്ലെങ്കിൽ -3 × 4 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി 2 × -1 -2, ദെൻ -3 × 4 -12. ഈ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ -2 -12 ആണ്. ഇത് രണ്ടും പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ -2 + 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും കേട്ടോ. ഇവിടെ -1 ഇവിടെ മൈനസ് ആകുമ്പോൾ +12 ആയിട്ട് മാറും കേട്ടോ. ഓക്കെ, ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിറ്റർമിനൻറ്റ് A കിട്ടി. ഇനി ഡിറ്റർമിനൻറ്റ് A1 ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. -1 × 3 -3, ദെൻ ഇവിടെ മൈനസ് വന്നുകൊണ്ടാണ് ഇവിടെ പ്ലസ് ചെയ്താനുള്ള കാരണം കേട്ടോ. മൈനസ് ആണ്, 2 മൈനസ് വരും. ദെൻ -3 × 11, ഇവിടെ +33, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. ഡിറ്റർമിനൻറ്റ് A2 = 2 × 11 22 -4 × 3 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമുക്ക് കണ്ടെത്തി കൂടെ. X = ഡിറ്റർമിനൻറ്റ് A1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് A, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A1 30 ആണ്, ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. Then y = ഡിറ്റർമിനൻറ്റ് A2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് A, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിയാലോ. അപ്പോൾ ക്രാമേഴ്സ് റൂൾ പ്രകാരം ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഇത്രയും ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുക. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും വാല്യൂ ഉണ്ട്. സോൾവ് ദ ഫോളോയിങ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ ബൈ യൂസിങ് ക്രാമേഴ്സ് റൂൾ എന്നായിരിക്കും ക്വസ്റ്റ്യനൊക്കെ വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? ആ ഇക്വേഷനെ എക്സ് എ എന്ന മെട്രിക്സ്, എക്സ് എന്ന മെട്രിക്സ്, ബി എന്ന മെട്രിക്സ് രൂപത്തിലാക്കുക. എന്നിട്ട് ഡിറ്റർമിനൻ്റ് എ കാണാം, ഡിറ്റർമിനൻ്റ് A1 കാണാം. ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് 419. ഡിറ്റർമിനൻ്റ് A1 കാണാം 1257. ഇതാ ഡിറ്റർമിനൻ്റ് A2 കാണാം, ഇതിന് 1676 കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. ഡിറ്റർമിനൻ്റ് A3 2514 എന്ന് കിട്ടും. ദെൻ 3 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് A1 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് A ഇസ് ഈക്വൽ ടു 1257 ഡിവൈഡ് ബൈ 419 ദാറ്റ് ഇസ് ഈക്വൽ ടു 3. y ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് A2 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് A ഇസ് ഈക്വൽ ടു ഇത് 4 എന്ന ആൻസർ കിട്ടും. z ഇസ് ഈക്വൽ ടു 6 എന്ന ആൻസർ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മെട്രിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. ഇനി കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, സജഷൻസൊക്കെ അറിയിക്കുക. പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എക്സാം വളരെ ഉഷാറായിട്ട് എഴുതാം, നല്ല മാർക്ക് വാങ്ങാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, ബൈ. താങ്ക് യു ആൾ.